ആലപ്പുഴക്കാരിയായ എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു കാടിൻ്റെ നടുക്കൂടി ഒരു ട്രിപ്പ് പോകണമെന്ന്. അങ്ങനെ ഇന്നത് നടന്നു. ഞങ്ങൾ കർണാടക ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ വരെ കാടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയതാണ്. പക്ഷേ ഞങ്ങളുടെ പ്ലാൻ ചെറുതായിട്ടൊന്ന് മാറ്റി ഒറ്റ മൈൻഡിൽ ഞങ്ങൾ വണ്ടി നേരെ കൂർഗിനാണ് പോയത്. അങ്ങനെ നേരെ കൂർഗിൽ പോയി ആ കാടിൻ്റെ നടുക്കൂടുള്ള ട്രിപ്പ് അടിപൊളിയാണ് ഗൈസ്. നോ പൊല്യൂഷൻ, നോ സിറ്റി ലൈഫ്, നോ ഇൻ്റർനെറ്റ്, ഒന്നുമില്ല. അടിപൊളിയായിട്ട് ആ മോർണിംഗ് വ്യൂവും കൂടെ കിട്ടുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് എറിച്ചു. അങ്ങനെ നമ്മൾ നേരെ കൂർഗിലെത്തി. കൂർഗിലെത്തുമ്പോൾ ഗോൾഡൻ ടെമ്പിളിലാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ചിരുന്നത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച് അങ്ങ് എത്തിയപ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 12 o'clock എത്തി. പിന്നെ വ്യൂ പോയിൻറ്റ് ഇടയ്ക്കൊക്കെ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇടയ്ക്ക് വ്യൂ പോയിൻ്റ് ഉണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് അതെല്ലാം കവർ ചെയ്താണ് പോയത്. മെയിൻലി നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു 2 വീലറിൽ ഇത്രയും ദൂരം ഒന്ന് പോകണം. എൻ്റെ ചെറുപ്പം തൊട്ടുള്ള അങ്ങനെ നമ്മൾ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് നേരെ റിട്ടേൺ വരികയായിരുന്നു. നമ്മൾ ഒരു ഹാഫ് ഡേ ട്രിപ്പാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ അതൊരു 1 day ട്രിപ്പായിട്ട് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ചെത്തിയത്. മെയിൻലി നമ്മുടെ വലിയൊരു ആഗ്രഹമായിരുന്നു 2 വീലറിൽ ഇത്രയും ദൂരം പോകണം. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകണമെന്ന് ആഗ്രഹിച്ചുള്ള ഇന്നെൻ്റെ ബക്കറ്റ് ലിസ്റ്റിലൊരു കാര്യം ഞാൻ ടിക്ക് ചെയ്തു. അറൗണ്ട് ഒരു 350 kilometers ഞാനിന്ന് ഡ്രൈവ് ചെയ്ത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പോകാൻ പറ്റി. മെയിൻലി താങ്ക്സ് ടു മൈ പേരൻസ് ഫോർ ട്രസ്റ്റിംഗ് മീ. കാരണം ഈ 350 kilometers ഒക്കെ സ്കൂട്ടറിൽ പോകുമ്പം ആദ്യം പേരൻസ് നോയാണ് പറയല്. പക്ഷേ എൻ്റെ പേരൻസ് അങ്ങനെയൊന്നും പറഞ്ഞില്ല കേട്ടോ. നോക്കി പോയിട്ട് വാ, സൂക്ഷിച്ച് പോകണമെന്നല്ലാതെ അവരെന്നോട് നോയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പം ഈ സ്ഥലമൊക്കെ നമ്മൾ പോകുന്ന വഴിക്കുള്ളതാണ്. അടിപൊളി സ്ഥലമായിരുന്നു. ഇങ്ങനെ കുറേ കുഞ്ഞു കുഞ്ഞു സ്പോട്ടുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്